ज़बरों की जिंदगी जो कभी नहीं खत्म हो जाती है. വായ നോക്കി എന്നും വായ നോക്കി തന്നെയാടാ. ഞാനൊക്കെ പെണ്ണിനെ കണ്ട് 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 നീ അവളോട് ചെന്ന് പറ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. ഞാനാടാ എന്റെ അപ്പുകുട്ടനാ. ബാച്ചിലേഴ്സിന്റെ ഓരോ പ്രോബ്ലംസ്. ഹലോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കരുത്. ദൈവം എന്തിനാണ് ചില ആൾക്കാരോട് ഇത്ര ക്രൂരത കാണിക്കുന്നത്? താൻ ആവശ്യത്തിൽ കൂടുതൽ സുന്ദരിയാണ്. സുന്ദരിയായ പെൺകുട്ടി എവിടെ ചെന്നാലും പൂവാലന്മാർ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഹസ്ബൻഡ് കൂടി ഉണ്ടെങ്കിൽ ആ ശല്യം കുറേ മാറിക്കിട്ടും. പക്ഷെ ഹസ്ബൻഡിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ആ ബുദ്ധിമുട്ട് സഹിക്കാൻ ഞാൻ റെഡിയാണ്. നമ്മുടെ കല്യാണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങാൻ അച്ഛനോട് പറഞ്ഞേക്ക്. അളിയാ, നിനക്ക് ഇത്രയും സുന്ദരിയായ പെങ്ങളുണ്ടായിരുന്നല്ലേ? അപ്പൊ വെറുതെ അല്ലല്ലേ നീ എന്നെ നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാത്തെ? കെട്ടുപ്രായം കഴിഞ്ഞ ഒരു പെങ്ങളുടെ സഹോദരന്റെ വേദന എനിക്ക് മനസ്സിലാവും. അവളെ സുരക്ഷിതമായ ഒരു കൈകൾ ഏൽപ്പിച്ചത് മാത്രമേ നിനക്ക് മനസ്സമ്മതമായിട്ട് കണ്ടാക്കാൻ പറ്റുന്ന എനിക്കറിയാം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഇവളെ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഇനിയെങ്കിലും ഈ സുഹൃത്തിന്റെ സ്നേഹം നീ മനസ്സിലാക്കണം. കുട്ടി വിഷമിക്കണ്ട. കുട്ടിയെ ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം. കല്യാണത്തിന്റെ ഒരുക്കം തുടങ്ങാൻ അച്ഛനോട് പറഞ്ഞോളൂ. അതെന്താ, ഞാനത്ര കൺട്രോളിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിരിക്കില്ല. ഹലോ സർ, ആ പെൺകുട്ടികൾ പരാതി തന്നിട്ടില്ലേ? ആ 2 പൂവാലന്മാരെ കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുവരാം. കെട്ടാൻ പോണ പെണ്ണ് പോലീസുകാരിയാവുന്നതിന് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ. എനിക്ക് പോലീസുകാരെ പിടിയാ. താലി കെട്ട് നമുക്ക് ലോക്കപ്പിന്റെ അകത്താക്കാം. എന്തേ?